വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഓരോ യാത്രകളും ഓരോ കവിതകൾ പോലെയാണല്ലേ. നമ്മുടെ കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ പോകുന്ന ഓരോ യാത്രകളും നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാവും ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ കുട്ടിക്കാലത്ത് പോയ കുറച്ച് യാത്രകളല്ലാതെ പിന്നീട് കുറേ വർഷങ്ങൾ യാത്ര ചെയ്യാതിരുന്നതിന് ശേഷം മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് പിന്നീട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളായി പോയി തുടങ്ങി. യാത്രകൾ പോകുന്ന സമയത്തായിരിക്കും നമ്മളെ തന്നെ പലപ്പോഴും തിരിച്ചറിയുന്നത്, നമ്മുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ ഓരോരുത്തരും കാഴ്ചകൾ കാണുന്നത് ഓരോ രീതിയിലാവില്ലേ. നമ്മുടെ കണ്ണുകളിൽ വരുന്ന ആ ഒരു ക്യാപ്ചർ ചെയ്യുന്ന പലരും കണ്ടോളണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്ന് പാലക്കാടേക്ക് ഒരു ട്രിപ്പാണ്. ഇതൊരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളുടെ നിതിൻ്റെ ബേബിയുടെ നെയിമിംഗ് സെറിമണി പാലക്കാട് കൊല്ലങ്കോട് അവരുടെ വൈഫ് ഹൗസിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് ഞങ്ങൾ കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ട്രിപ്പിനും കുറച്ച് ലേറ്റായിട്ട് വരുന്ന ഒരാളുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അതാരാന്നല്ലേ, അനുജിലാണ്. അനുജിൽ സണ്ണിൻലോയാണ് ഏട്ടൻ്റെ. പക്ഷേ ഞങ്ങൾ എല്ലാവരും എത്തിച്ചുകൊണ്ട് ഈ ഒരു ട്രിപ്പിന് കുറച്ചുകൂടി നേരത്തെ എത്തിയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനിങ് ടൈമൊക്കെ കുറച്ച് തെറ്റി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ മുള്ളങ്കാവ് എത്തിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് ഒരു KTS ഹോട്ടലുണ്ട്, അവിടെ കയറിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്ര പേർക്ക് അവർ ഫുഡ് എത്തിച്ചു തരും എന്നുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് എത്തിച്ചു തരും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അവിടുത്തെ KTS ഹോട്ടലിലെ ഓണറും അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫും അടിപൊളിയാണ് കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇത്ര പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കി ലൈവായിട്ടാണ് കേട്ടോ അവിടെ പെട്ടെന്ന് ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് യാത്ര തുടരാനായിട്ട് പറ്റി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏകദേശം കണക്കാക്കിയ സമയത്തിലും വളരെ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് അവിടെ ഏകദേശം എത്താനായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയോ എന്നൊരു സംശയം തോന്നി തുടങ്ങി എല്ലാവർക്കും. ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അർബേനിയ സൈഡാക്കിയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പോകുന്നത് പാലക്കാട് കൊല്ലങ്കോടേക്കാണ്. പിന്നെ കുടുംബസമേതമുള്ള യാത്രയ്ക്കും പിന്നെ ടൂറൊക്കെ പോകുന്ന സമയത്തും ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വിളിക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സിന്റെ പ്രീമിയം 17 സീറ്റർ മിനി ബസ് അർബേനിയാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഓരോ സീറ്റിനും പ്രത്യേകമായിട്ടുള്ള AC വെന്റുകളും പിന്നെ ലഗേജ് വെക്കാൻ കൂടുതൽ സീറ്റിന് മുകളിലായിട്ട് സ്ഥലമുണ്ട്. പിന്നെ മെയിൻലി എല്ലാ സീറ്റും പുഷ് ബാക്ക് സീറ്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ പൊസിഷനിൽ ഇരിക്കാം. പേപ്പൂരുള്ള അർച്ചന ട്രാവൽസിന്റെ ആണ് കേട്ടോ ഈ അർബേനിയ. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കരിമിക്കയാണ്. അങ്ങനെ ഓരോരുത്തരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങിയതുകൊണ്ട് ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇറങ്ങിയ ഭാഗത്ത് നല്ലൊരു പച്ചപ്പുള്ള പാടാണ് കേട്ടോ. പാലക്കാട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നല്ല പച്ചപ്പാണ് കേട്ടോ. നല്ല ഗ്രീനറിയാണ്, പാടങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കാണാം, നല്ല പച്ച നെൽവയലുകളാണ്. ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ തിരിച്ചെല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് അധികം എല്ലാവർക്കും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് തന്നെ കയറി. അങ്ങനെ ഇനി എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കാണണമെങ്കിൽ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ഗ്രീനറിയും ഒക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഫുള്ള്. അപ്പോൾ ദൂരത്തായിട്ട് മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, മലനിരകളൊക്കെ. പിന്നെ ഇതാ ഒരു കടയണ കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാണല്ലേ. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് വെള്ളപ്പൊക്കം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല അല്ലേ. കുറേ ആളുകൾ വെള്ളപ്പൊക്കം കാരണം ആ വീടിൻ്റെ ഉൾഭാഗമൊക്കെ വെള്ളം നിറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് TV കണ്ടിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതത്ര നമുക്ക് സന്തോഷം തരുന്നൊരു കാഴ്ചയല്ല ഈ ഒരു ടൈമിൽ. പാലക്കാട് കൊല്ലങ്കോടാണ് കേട്ടോ നമ്മൾ ഈ ഫംഗ്ഷനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ടൈം ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിലേ ആക്കണം. അപ്പോൾ ഈ ഒരു സീനറി ഒക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ നമ്മുടെ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയവർ ഓരോരുത്തരായിട്ട് അതിന് തൊട്ടടുത്തുള്ള വിഘ്നേഷിന്റെ ചായക്കട എന്നൊരു ചായയും കാപ്പിയൊക്കെ കിട്ടുന്ന ഒരു കടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയവർ ഓരോരുത്തരായി ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കടികളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, നല്ല ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ. ഇതിനുള്ളിൽ പേകറ്റിനുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതിനുള്ളിൽ ഒരു സ്റ്റൂളൊക്കെ കിട്ടിയപ്പോൾ ആളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഡോഗ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ ഡോഗിന് ഓരോ പീസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാറിൻ്റെ വീൽ അവിടെ കണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രജേട്ടൻ്റെ ബ്രദർ, ബാബേട്ടൻ്റെ മകളും ഹസ്ബൻഡും അവരുടെ ഹോൾ ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വണ്ടിയിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ചെറുതായിട്ട് മഴ ചാടി തുടങ്ങി കേട്ടോ. അപ്പോൾ കിളികൾ അവിടെ കുറേ കിളികൾ കളിക്കുന്നുണ്ട് കേട്ടോ, തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് മഴ തുടങ്ങിയപ്പോൾ. നെന്മല എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി മലനിരകൾ പെട്ടെന്ന് മഴ പെയ്തതോടുകൂടി തീരെ കാണാത്ത രീതിയിൽ കൂടെ വന്ന് മറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നേരെ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട് ഏട്ടൻ്റെ മകളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ കൂടെയാണ് കേട്ടോ ഇപ്പം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ചായ കുടിക്കാൻ പോയവരൊക്കെ മഴ കാരണം അതാ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് തന്നെ നന്ദുവും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത്. മറ്റോരോ കസിൻസ് ഓരോ ഭാഗത്തായിരിക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ കുട്ടികളുടെ പോലെ ഒത്തുകൂടുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. പിന്നെ അതുപോലെ 2 അമ്മമാരുണ്ട് കേട്ടോ. കഴിഞ്ഞ ആ ഒരു ജൂലൈ മാസത്തിൽ ഞങ്ങൾക്ക് 2 ബേബീസ് വന്നിട്ടുണ്ട്, പുതിയ ബേബീസ് ഞങ്ങളുടെ ഫാമിലിയിലേക്ക്. അപ്പോൾ അവർ തമ്മിൽ കാണുന്നൊരു മുഹൂർത്തം കൂടിയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് സമയമായിട്ടുണ്ട്, ചടങ്ങ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ചടങ്ങിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഓരോ ചടങ്ങും നോക്കിയിരിക്കുകയാണ്. തൊട്ട് മുമ്പിലായിട്ട് ഒരു കുഞ്ഞ് ഫോട്ടോഗ്രാഫറും കൂടി ഉണ്ട് കേട്ടോ. റിയൽ ഫോട്ടോഗ്രാഫർ ചെയ്യുന്ന അതേ രീതി ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതുപോലെയൊക്കെയാണ് ആൾ വീഡിയോ എടുക്കുന്നത്. അവിടുത്തെ ഓരോ ചടങ്ങുകളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയിരിക്കുന്നവർക്ക് നല്ല ആകാംക്ഷയിലാണ്. ഇനിയാണ് നെയിം റിവീലിംഗ് ഉണ്ട്. അപ്പോൾ എന്താണ് ബേബിയുടെ പേരെന്ന് നമുക്ക് കാണണ്ടേ. നെയിം റിവീലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഓരോരുത്തരായിട്ട് ഫാമിലി ഫോട്ടോ സെഷനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരുടെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും എല്ലാവരും ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ 2 മരുമക്കളാണ് വന്നിട്ടുള്ളത്. ഒന്ന് വീണയും പിന്നെ ആദിയും. അപ്പോൾ അവർ രണ്ടുപേരും ഹോൾ ഫാമിലി നിന്നൊരു ഫോട്ടോ എടുത്തു. അതുകൂടാതെ ആദർശം നിതിനും കൂടി 2 മക്കളെയും കയ്യിൽ വെച്ചിട്ടുള്ള ഒരു എന്നും ഓർമ്മിക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾ ഫാമിലി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നും ഓർക്കാനായിട്ട്. ഈ നല്ല ഇലയിട്ട് വിളമ്പിയ പാലക്കാടൻ സദ്യ, കോഴിക്കോട്ടുകാർക്ക് ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ ഒരു സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ സദ്യയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദുണ്ടായിരുന്ന ഒരു സദ്യയായിരുന്നു ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിരുന്നത്. നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് വരുന്നവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ എല്ലാവരും വിളമ്പി തന്നവരെല്ലാവരും നല്ലൊരു പുഞ്ചിരിയോടുകൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് വിളമ്പി തന്നത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മച്ചനും മോളും കൂടി നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പാടം കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ നീനും കൂട്ടി ഇവിടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നിവിക്കുട്ടി പാടത്തിന് വിളിക്കുന്നത് നെല്ലുമരമുള്ള സ്ഥലം എന്നാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ പാടം കാണുന്നത് ഇപ്പോൾ കുറവായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തായിരിക്കും അവർ പാടമൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പാടത്തിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് കുട്ടീനെ കാണാൻ വന്ന സമയത്ത് ഞാൻ വലിയ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാടത്ത് കൂടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് പറ്റും കേട്ടോ. പാലക്കാടേക്കുള്ള ഒരു യാത്ര എന്നിട്ടുള്ള ക്യാപ്ഷനിലായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പാലക്കാടിൻ്റെ ഫുൾ പച്ചപ്പും അതിൽ കാണാനായിട്ട് പറ്റും. അവിടെ കുറേ തുമ്പികൾ പാറി പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ ഒരു തുമ്പി താഴത്ത് പുല്ലിൻ്റെ മേലിരിക്കുന്നത് നിവി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ അതിനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് പറന്നങ്ങ് പോയി. ഈ തുമ്പിനെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് പലർക്കും കുട്ടിക്കാലത്തെ ഓർമ്മകൾ തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ തുമ്പീൻ്റെ വാല് പിടിക്കാനായിട്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ നടക്കുന്ന ഓർമ്മകളൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. കുട്ടീനെ എടുക്കാനോ? ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നത് സഹിക്കാൻ പറ്റാതെ ആദർശ് കുട്ടീനെ എടുത്തോളി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ച് പോകാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വീട്ടുകാരും കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാനാവും. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് ഇവരെല്ലാവരും. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് വന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഇനി എപ്പോഴാണ് കാണാമെന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അപ്പോൾ കിട്ടുന്ന കുറച്ച് സമയം അവരെല്ലാ കസിൻസും കൂടി നിന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇപ്പം കുറേ കുട്ടികളും കൂടി ഞങ്ങളെ ഫാമിലിയിലേക്ക് വന്നതോടുകൂടി ഇനി 3rd ജനറേഷനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ. പിന്നെ അവർ പോയതിന് ശേഷം ഇപ്പം ഫസ്റ്റ് ജനറേഷൻ ഞങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ മക്കൾ 2nd ജനറേഷനും ഇപ്പോൾ പേരക്കുട്ടികൾ 3rd ജനറേഷനും. സൂപ്പർ, അത് പറയാനേ ഞാൻ വന്നത്. അപ്പം പിന്നെ ഏതായാലും വീഡിയോ കൂടി എടുക്കാൻ. അങ്ങനെ 56ൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാനായിട്ട് നിൽക്കുകയാണ്. നിതിൻ ബേബീനെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി പാലക്കാട് ടു കോഴിക്കോടുള്ള യാത്ര സ്റ്റാർട്ടിംഗ് ആണ്.
അപ്പോൾ പലരും പല വഴിക്കാണ് കേട്ടോ ആദ്യം പോകുന്നത്. അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവരൊക്കെ ഓരോ വഴിക്ക് പോയി. അങ്ങനെ ആദിയോടും വീട്ടുകാരോടും കൊല്ലങ്ങളോടിനോടും തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇത് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് പേര് പിരിഞ്ഞു, പിന്നെ ഓരോരുത്തരായിട്ട് വഴിയിൽ ചിറങ്ങി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ മാത്രം വന്ന പോലെ ഞങ്ങൾ മാത്രം ബാക്കിയായി. അപ്പോൾ കുറേ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് യാത്ര അവസാനിക്കുകയാണ്.